നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാത 85 വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ ശരിയായ സത്യവാങ്മൂലം നൽകണമെന്നാവശ്യപ്പെട്ട ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തും. രാജഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട പഴയ ആലുവ മൂന്നാർ രാജപാത സഞ്ചാരത്തിനായി തുറന്നു നൽകണമെന്ന ആവശ്യത്തിന് വീണ്ടും ശക്തി ആർജിക്കുന്നു. മൂന്നാർ ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് രേഖകൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയ വിഷയത്തിൽ ദേവികുളം സബ് കളക്ടറുടെ പ്രതികരണം. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന ഭാഗത്ത് 2 ട്രാൻസ്ഫോമറുകളോട് ചേർന്ന് വൈദ്യുതി ലൈനോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന കമാനം സുരക്ഷിതമല്ലെന്ന് വ്യക്തമാക്കി KSCB അധികൃതർ നഗരസഭയ്ക്ക് നോട്ടീസ് നൽകി. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാത 85 ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ ശരിയായ സത്യവാങ്മൂലം നൽകണമെന്നാവശ്യപ്പെട്ട സെപ്റ്റംബർ 1 മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇടുക്കിയിലെ ഓഫീസിന് മുന്നിൽ ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തും. സമരത്തിൽ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ ആളുകൾ പങ്കെടുക്കുമെന്ന് ദേശീയപാത സംരക്ഷണ സമിതി ഭാരവാഹികൾ അറിയിച്ചു. ദേശീയപാത 85 ഭാഗമായ നേരിമംഗലം വനമേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ദേശീയപാത സംരക്ഷണ സമിതി വീണ്ടും പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഹൈക്കോടതിയിൽ ദേശീയപാത 85 സംബന്ധിച്ച കേസെടുത്തപ്പോൾ ഈ ഭാഗം വനമല്ലെന്ന് തെളിയിക്കാൻ സർക്കാർ കൈവശമുള്ള രേഖകൾ സമർപ്പിക്കാത്തതിനാൽ കേസ് മാറ്റിവെച്ചിരിക്കുകയാണെന്ന് ദേശീയപാത സംരക്ഷണ സമിതി ആരോപിക്കുന്നു. ദേശീയപാത അധികൃതർ ഹൈക്കോടതിയിൽ ഹാജരാവുകയും നേരിമംഗലം മുതൽ വാളറ വരെയുള്ള റോഡ് വികസനം നടക്കുന്ന ഭാഗം വനമല്ലെന്നും പൊതുമരാമത്ത് വകുപ്പിന്റെ കൈവശമുള്ള റവന്യൂ ഭൂമിയാണെന്നും രേഖകൾ സഹിതം സത്യവാങ്മൂലം സമർപ്പിക്കുകയുണ്ടായി. എന്നാൽ സർക്കാരിനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ വനമല്ലെന്ന സർക്കാർ നിലപാട് വാക്കാൽ പറയുകയാണ് ഉണ്ടായത്. ഇത് ഇക്കാര്യത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്ന് ദേശീയപാത സംരക്ഷണ സമിതി ആരോപിക്കുന്നു. നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ ശരിയായ സത്യവാങ്മൂലം നൽകണമെന്നാവശ്യപ്പെട്ടാണ് സെപ്റ്റംബർ 1 മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇടുക്കിയിലെ ഓഫീസിന് മുന്നിൽ ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തുന്നത്. സർക്കാരിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് 1-ാം തീയതി ഇടുക്കിയുടെ മന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ്റെ ഓഫീസിലേക്ക്, ചെറുതോണിയിലുള്ള ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുകയാണ്. ജൂലൈ മാസം 11-ാം തീയതി ഉണ്ടായ കോടതി വിധി സർക്കാർ തെറ്റായ സത്യവാങ്മൂലം കൊടുത്തുകൊണ്ട് മാത്രം ഉണ്ടായതാണ്. സമരത്തിൽ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ ആളുകൾ പങ്കെടുക്കുമെന്ന് ദേശീയപാത സംരക്ഷണ സമിതി ഭാരവാഹികൾ അറിയിച്ചു. 1 രാവിലെ 9 അടിമാലിയിൽ നിന്നും സമരത്തിൽ പങ്കെടുക്കാനുള്ള വാഹനങ്ങളും ആളുകളും ചെറുതോണിക്ക് പുറപ്പെടുമെന്നും ദേശീയപാത സംരക്ഷണ സമിതി വ്യക്തമാക്കി. സിറ്റി വിഷൻ, അടിമാലി. രാജഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട പഴയ ആലുവ മൂന്നാർ രാജപാത സഞ്ചാരത്തിനായി തുറന്നു നൽകണമെന്ന ആവശ്യത്തിന് വീണ്ടും ശക്തി ആർജിക്കുകയാണ്. നിലവിൽ വനം വകുപ്പ് അധീനതയിൽപ്പെടുത്തിയിട്ടുള്ള പഴയ ആലുവ മൂന്നാർ രാജപാതയിലൂടെ യാത്ര അനുവദനീയമല്ല. ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്കും മാങ്കുളമടക്കമുള്ള കാർഷിക ഗ്രാമങ്ങളുടെ വികസനത്തിനും വിവിധ ആദിവാസി ഊരുകളുടെ അടിസ്ഥാന സൗകര്യ വർധനവിനും സഹായകരമാകുന്ന റോഡിന്റെ നവീകരണം സാധ്യമാക്കി ഗതാഗതത്തിനായി തുറന്നു നൽകണമെന്നാണ് ആവശ്യം. 1924 വെള്ളപ്പൊക്കത്തിന് ശേഷമായിരുന്നു പഴയ ആലുവ മൂന്നാർ രാജപാതയിലൂടെയുള്ള യാത്ര തടസ്സപ്പെട്ടത്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് കരിന്തിരിമലയിൽ ഉരുൾപൊട്ടലുണ്ടാവുകയും റോഡിന്റെ ചില ഭാഗങ്ങൾ യാത്രാസാധ്യമല്ലാത്ത വിധം തകരുകയും ചെയ്തു. പ്രളയാനന്തരം അടിമാലി വഴി ആലുവയെയും മൂന്നാറിനെയും ബന്ധിപ്പിച്ച പുതിയ റോഡ് നിർമ്മിച്ചതോടെ രാജപാത ഉപേക്ഷിക്കപ്പെട്ട് കാലക്രമേണ വനംവകുപ്പിന്റെ അധീനതയിലായി. എന്നാൽ പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള റോഡിൽ വനംവകുപ്പിന് യാതൊരു അധികാരവുമില്ലെന്ന റോഡിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വാദിക്കുന്നവർ പറയുന്നു. റോഡ് തുറന്നാൽ യാത്രാ സൗകര്യം വർദ്ധിക്കുന്നതോടൊപ്പം ടൂറിസം, കാർഷിക, വ്യാവസായിക, വാണിജ്യ മേഖലകളിലും പുരോഗതിക്ക് കാരണമാകുമെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. മറയൂര്, വട്ടവട എല്ലാ പഞ്ചായത്തുകൾക്കും കേരളത്തിന് തന്നെ വളരെ ഗുണം ചെയ്യുന്ന റോഡാണ് ഇത്. ഇതിൻ്റെ
കൂടുതലായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കൈകളിലാണ് കിടക്കുന്നത്. വനം വകുപ്പ് ഇത് കയ്യേറിയിരിക്കുന്നതാണ്. PWDയുടെ അണ്ടറിൽ കിടക്കുന്ന റോഡാണിത്. കോതമംഗലത്ത് നിന്ന് അടിമാലി വഴി മൂന്നാറിലേക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന റോഡിന്റെ ദൂരം 80 കിലോമീറ്ററാണ്. എന്നാൽ രാജഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട പഴയ ആലുവ മൂന്നാർ പാതയിലൂടെ 60 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ മൂന്നാറിലെത്താം. 20 കിലോമീറ്റർ ദൂരം യാത്രയ്ക്കായി ലാഭിക്കാം. കുട്ടമ്പുഴ, പൂയംകുട്ടി, കുറുത്തി എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ചാണ് റോഡ് മൂന്നാറിലെത്തുന്നത്. പൂയംകുട്ടിയിൽ നിന്നും പെരുമ്പൻകുത്ത് വരെയുള്ള 27 കിലോമീറ്റർ റോഡാണ് വനമേഖലയിലൂടെ കടന്നുപോകുന്നത്. നിലവിൽ പെരുമ്പൻകുത്തിൽ നിന്നും കുറുത്തിയിലേക്കുള്ള റോഡ് മാങ്കുളം ജലവൈദ്യുതി പദ്ധതിയുടെ നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ട് നവീകരിച്ചിട്ടുണ്ട്. വനംവകുപ്പിന്റെ തടസ്സവാദങ്ങൾ നീങ്ങുകയും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുകയും ചെയ്താൽ രാജപാത ഇടുക്കിയുടെ വികസനത്തിന് പഴമവേറുന്ന പുതുവഴിയാകും. സിറ്റി വിഷൻ, മാങ്കുളം. മൂന്നാർ ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയ വിഷയത്തിൽ ദേവികുളം സബ് കളക്ടറുടെ പ്രതികരണം. നോട്ടീസ് നൽകിയത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ദേവികുളം സബ് കളക്ടർ VM ആര്യ പറഞ്ഞു. വ്യാപാരികളുടെ കൈവശമുള്ള രേഖകളുടെ ആധികാരികത പരിശോധിക്കുകയെന്ന ലക്ഷ്യമാണ് വരാൻ പോകുന്ന ഹിയറിംഗിനുള്ളത്. ഒഴിപ്പിക്കൽ നടപടിയായി അതിനെ കാണേണ്ടതില്ലെന്നും കോടതി പറഞ്ഞതിന് പ്രകാരമുള്ള ഹിയറിംഗ് മാത്രമാണ് നടക്കുന്നതെന്നും സബ് കളക്ടർ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമായിരുന്നു മൂന്നാർ ടൗണിലെ ഒരു പറ്റം വ്യാപാരികൾക്ക് ദേവികുളം സബ് കളക്ടർ ഓഫീസിൽ നിന്നും നോട്ടീസ് നൽകിയത്. ഇതേ തുടർന്ന് വ്യാപാരികൾക്കിടയിൽ വലിയ ആശങ്ക ഉരുണ്ടുകൂടിയിട്ടുണ്ട്. വിഷയത്തിൽ വ്യാപാരികൾക്ക് പിന്തുണയുമായി കോൺഗ്രസ് നേതൃത്വവും രംഗത്തെത്തിയിരുന്നു. ഇതിനിടെയാണ് വിഷയത്തിൽ ദേവികുളം സബ് കളക്ടറുടെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. നോട്ടീസ് നൽകിയത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് സബ് കളക്ടർ VM ആര്യ പറഞ്ഞു. വ്യാപാരികളുടെ കൈവശമുള്ള രേഖകൾ ആധികാരികത പരിശോധിക്കുക എന്ന ലക്ഷ്യമാണ് വരാൻ പോകുന്ന ഹിയറിംഗിനുള്ളത്. ഒഴിപ്പിക്കൽ നടപടിയായി അതിനെ കാണേണ്ടതില്ലെന്നും കോടതി പറഞ്ഞതിന് പ്രകാരമുള്ള ഹിയറിംഗ് മാത്രമാണ് നടക്കുന്നതെന്നും സബ് കളക്ടർ വ്യക്തമാക്കി. മൂന്നാറിലെ കടകൾക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഓർഡർ പ്രകാരമാണ്. അവരുടെ രേഖകളുടെ ആധികാരികത പരിശോധിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഈ വരുന്ന ഹിയറിങ്ങുകൾക്കുള്ളൂ. അപ്പോൾ കോടതി വിധി ഉള്ളത് കൊണ്ട് അത് കംപ്ലൈ ചെയ്യേണ്ട റവന്യൂ ഉദ്യോഗസ്ഥർ എന്ന നിലയിലാണ് ഈ ഓഫീസിൽ നിന്നും നമ്മൾ നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അത് ഈ പറയുന്നത് ഒരു ഒഴിപ്പിക്കൽ നടപടി അല്ല. ഇപ്പോൾ കോടതി പറഞ്ഞത് പ്രകാരമുള്ള ഒരു ഹിയറിംഗ് മാത്രമാണ് നമ്മൾ ഈ വരുന്ന ദിവസങ്ങളിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. സെപ്റ്റംബർ 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങളിൽ RDO ഓഫീസിൽ നേരിട്ട് ഹാജരാകാനാണ് സബ് കളക്ടർ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം. മൂന്നാർ ടൗണിലെ 40-ലധികം വ്യാപാരശാലകൾക്കാണ് ഇത്തരത്തിൽ നോട്ടീസ് നൽകിയിട്ടുള്ളത്. സിറ്റി വിഷൻ, മൂന്നാർ. കട്ടപ്പന ഇടശ്ശേരി ജംഗ്ഷനിൽ നിന്ന് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന ഭാഗത്ത് 2 ട്രാൻസ്ഫോമറുകളോട് ചേർന്ന വൈദ്യുതി ലൈനോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന കമാനം സുരക്ഷിതമല്ലെന്ന് വ്യക്തമാക്കി KSEB അധികൃതർ നഗരസഭയ്ക്ക് നോട്ടീസ് നൽകി. പൊതുജനങ്ങളുടെയും KSEB ജീവനക്കാരുടെയും ജീവഹാനിക്കും മറ്റ് നാശനഷ്ടങ്ങൾക്കും കാരണമായേക്കുന്ന കമാനം സുരക്ഷ ഉറപ്പാക്കുന്ന വിധത്തിൽ മാറ്റം വരുത്തണമെന്ന് കട്ടപ്പന സബ് ഡിവിഷണൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് നോട്ടീസ് നൽകിയത്. അതിൽ നഗരസഭയെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം മാത്രമുണ്ട്. കാരണം 2 തവണയായിട്ട് ബസ് യാത്രക്കാരിയ്ക്കുന്നിടത്തേക്ക് പാഞ്ഞു കയറി അപകടം ഉണ്ടാകുന്ന സ്ഥിതി വന്നു. അവിടെ ഹെവി സ്റ്റോപ്പർ സ്ഥാപിച്ചിട്ടുണ്ട്. അത് വേണ്ടത് തന്നെയാണ്, യാതൊരു തർക്കവുമില്ല. പക്ഷെ അതിൻ്റെ മറവിൽ വലിയ തോതിലുള്ള അഴിമതിക്ക് വഴിതെളിക്കുന്ന രീതിയിലാണ് മറ്റ് ചില പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. അതിലൊന്ന് പ്രധാനപ്പെട്ടത് അഴിമതിയോടൊപ്പം വലിയ അപകടം ഉണ്ടാക്കുന്ന രീതിയിലാണ് പുതിയമല റോഡിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന വഴിയിൽ ഒരു കവാട നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. ബസ് സ്റ്റാൻഡിൽ ഹെവി വെഹിക്കിൾ സ്റ്റോപ്പർ സ്ഥാപിക്കുന്നതിനും മറ്റ് പ്രവൃത്തികൾക്കും 2 ഇടങ്ങളിൽ കമാനം നിർമ്മിക്കാനും ഉൾപ്പെടെ 56 ലക്ഷം രൂപയാണ് നഗരസഭയിൽ നിന്ന് അനുവദിച്ചത്. ഇതിന്റെ ഭാഗമായാണ് ഇടശ്ശേരി ജംഗ്ഷനിൽ കമാനം നിർമ്മിച്ചത്. ഇരുമ്പ് വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കമാനം 2 ട്രാൻസ്ഫോർമറുകളോട് ചേർന്നാണ് നിർമ്മിച്ചിട്ടുള്ളത്. കൂടാതെ ഇതിനോട് ചേർന്ന വൈദ്യുതി ലൈനും കടന്നു പോകുന്നുണ്ട്. നിർമ്മാണം നടന്നപ്പോൾ തന്നെ ഇതിനെതിരെ ആരോപണമുയർന്നിരുന്നു. എന്നാൽ ആവശ്യമായ അകലം പാലിച്ചിട്ടുണ്ടെന്ന നിലപാടിൽ നഗരസഭ കമാനത്തിന്റെ പണികൾ നടത്തുകയായിരുന്നു. സിറ്റി വിഷൻ, കട്ടപ്പന. ഇനി പൊന്നോണ കാഴ്ചകളിലേക്ക്. ഓണം എത്തിയാൽ പിന്നെ കുട്ടികളുടെ ആഘോഷമാണ്. കുട്ടിക്കൂട്ടങ്ങൾ പാട്ടുപാടിയും വടം വലിച്ചും ഓണക്കളികളുമായി ആഘോഷമാക്കും. അത്തരത്തിലുള്ള ഒരു ഓണാഘോഷമാണ് ഇടുക്കി മൂന്നാർ ആംഗ്ലോ തമിഴ് സ്കൂളിൽ അരങ്ങേറിയത്. ഓണം എന്താണെന്ന് കൃത്യമായി കുരുന്നുകൾക്ക് അറിയില്ലെങ്കിലും മാവേലിയുടെയും പുലിയുടെയും വേഷങ്ങൾ അണിഞ്ഞ് ആഘോഷത്തിന് കുട്ടികൾ റെഡി. കാണാം സ്കൂളിലെ ചില ഓണക്കാഴ്ചകൾ.
ഇത്തവണയും ഓണം വലിയ ആഘോഷമാക്കിയിരിക്കുകയാണ് മൂന്നാർ ആംഗ്ലോ തമിഴ് സ്കൂളിലെ അധ്യാപകരും കുരുന്നുകളും അധ്യാപകരും സ്കൂൾ അങ്കണത്തിൽ അത്തപ്പൂക്കളം ഒരുക്കിയാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. PT അംഗങ്ങളുടെയും അധ്യാപകരുടെയും അടുക്കള ജീവനക്കാരിയായ പങ്കജത്തിന്റെയും നേതൃത്വത്തിൽ വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുങ്ങി. അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാ വർഷവും നമുക്ക് സ്കൂളിൽ ഓണ ആഘോഷത്തോടു കൂടി ഓണം എന്താണ്, ഓണക്കളിയും ഓണ ഊഞ്ഞലും പൂക്കളവും ഓണ മത്സരങ്ങളും അവസാനം നല്ലൊരു ഓണസദ്യയോടുകൂടിയാണ് നമ്മൾ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. കുരുന്നുകൾ മാവേലിയുടെയും പുലിയുടെയും വേഷമണിഞ്ഞ ഓണാഘോഷത്തിന് കൂടുതൽ മിഴിവേകി. വടംവലിയടക്കം വിവിധ മത്സരങ്ങൾ അരങ്ങേറി. 10-ലധികം കറികൾ ഒരുക്കിയായിരുന്നു കുട്ടികൾക്ക് സദ്യ വിളമ്പിയത്. തോട്ടമേഖലയിലെ 180ഓളം കുരുന്നുകൾ പഠിക്കുന്ന സ്കൂളാണ് മൂന്നാർ ആംഗ്ലോ തമിഴ് സ്കൂൾ. ഇത്തവണത്തെ ഓണം ആഘോഷമാക്കിയതിന്റെ സന്തോഷത്തിലാണ് അധ്യാപകരും കുരുന്നുകളും. സിറ്റി വിഷൻ, മൂന്നാർ. സാമാജിക സമരസത ദക്ഷിണ കേരളം ജ്വാല മിലൻ ട്രസ്റ്റ് കൊച്ചിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ ഓണക്കിറ്റ് വിതരണം സംഘടിപ്പിച്ചു. 1000 ഏക്കർ കല്ലമ്പലത്തിൽ വെച്ചായിരുന്നു പരിപാടി നടന്നത്. പരിപാടിയുടെ ഭാഗമായി ഓണസദ്യയും ഒരുക്കിയിരുന്നു. BPCL കൊച്ചി റിഫൈനറി ജീവനക്കാരുടെ സാമൂഹിക സാംസ്കാരിക സംഘടനയാണ് ജ്വാല മിലൻ ട്രസ്റ്റ് കൊച്ചിയുടെ നേതൃത്വത്തിലായിരുന്നു അടിമാലിയിൽ ഓണക്കിറ്റ് വിതരണം സംഘടിപ്പിച്ചത്. 1000 ഏക്കർ കല്ലമ്പലത്തിൽ വെച്ചായിരുന്നു പരിപാടി നടന്നത്. പ്രാന്ത സാമാജിക സമരസത ദക്ഷിണ കേരളം സംയോജക് VK വിശ്വനാഥൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏതൊക്കെ തരത്തിലുള്ള കലാപരിപാടികൾ അങ്ങനെ എല്ലാവരും അതാണ് പാണം വിറ്റും ഓണം ഉണ്ണണം. എന്തായാലും ശരി, എത്ര കഷ്ടപ്പെട്ടാലും ശരി, ഓണാഘോഷം മലയാളി കേരളീയർ ഒരിക്കലും അത് ഉപേക്ഷിക്കാറില്ല. ആ തരത്തിലൊരു നല്ല വിചാരം അതിന് വിവിധ ആദിവാസി ഉന്നതികളിലെ കുടുംബങ്ങൾക്കായിട്ടായിരുന്നു ഓണക്കിറ്റുകൾ വിതരണത്തിനായി എത്തിച്ചത്. RSS ജില്ലാ സഹസംഘ് ചാലക് CN ഗോപി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജ്വാല മിലൻ ട്രസ്റ്റ് പ്രസിഡന്റ് അനിൽ P പണിക്കർ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ AV ബാബു, TN രാധാകൃഷ്ണൻ മാഷ്, EN സുരേഷ്, പരമേശ്വരൻ നായർ, ഷൈജു TV എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി ഓണസദ്യയും ഒരുക്കിയിരുന്നു. സിറ്റി വിഷൻ, അടിമാലി. ഇടവേള. ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി രാമക്കൽമേട്ടിനും കാറ്റാടിപ്പാടത്തിനും ഇടയിലുള്ള തൂക്കുപാലത്ത് സ്ഥിതി ചെയ്യുന്ന സാൻവിക ഇന്നിലാണ്. സാൻവിക ഇന്നിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരേ സമയം 1000-ൽ പരം ആളുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഈ ഒരു ഓഡിറ്റോറിയം ആണ്. നമുക്കൊരു ഗ്രൂപ്പ് ഇവന്റോ ഡെസ്റ്റിനേഷൻ മാരേജ് ഫംഗ്ഷനോ ഒക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹാള് അതിന് പറ്റിയ ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇനി പേഴ്സണൽ ഫംഗ്ഷൻസ് ഒക്കെ മാറ്റി പ്രൊഫഷണൽ ഓർ ഒഫീഷ്യൽ പ്രോഗ്രാംസിനായിട്ടൊരു പ്ലേസ് ആണ് നോക്കുന്നതെങ്കിൽ ലൈക്ക് ബോർഡ് മീറ്റിംഗ്, ആനുവൽ മീറ്റിംഗ്, പ്രസന്റേഷൻ ഇതൊക്കെ നടത്താൻ പറ്റിയ വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ഈ കാണുന്ന ഒരു മീറ്റിംഗ് റൂമും സാൻവിക്കയിലുണ്ട്. ഇനി സ്റ്റേക്കേഷൻ നോക്കുന്നവർക്കാണെങ്കിൽ റൂംസിന്റെ കാര്യത്തിലും ഒരു ടെൻഷനും വേണ്ട കേട്ടോ. ഡിഫറെന്റ് കാറ്റഗറി ഓഫ് റൂംസ് സാൻവിക്കയിൽ അവൈലബിൾ ആണ്. ഡീലക്സ് റൂം ആണെങ്കിലും ഹണിമൂൺ കപ്പിൾസിന് സ്പെഷ്യൽ റൂം, ഇനി അതല്ല ഒരു ഫാമിലിക്ക് ആയിട്ടാണെങ്കിൽ നല്ല ജാക്കൂസിയും നല്ല വ്യൂ വരുന്ന ബാൽക്കണിയും ഒക്കെയുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള സ്യൂട്ട് റൂമും സാൻവിക്കയിലുണ്ട്. ഇനി എന്റർടൈൻമെന്റ് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും നോ കോംപ്രമൈസ്. യെസ്, ഇൻ ഹൗസ് സൂംബ ട്രെയിനിങ്, റെസ്റ്റോറന്റ്, പൂൾ, ക്യാമ്പ് ഫയർ, സൈറ്റ് സീയിങ് തുടങ്ങിയ എല്ലാ എന്റർടൈൻമെന്റ്സും സാൻവിക നമുക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഒരു ഡെസ്റ്റിനേഷൻ ഇവന്റ് ഓർ സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിന് പറ്റിയ ഒരു ഇടമാണ് ഇടുക്കിയുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന സാൻവിക ഇൻ. അപ്പൊ എങ്ങനെ അടുത്ത ട്രിപ്പ് സാൻവിക്കയിലോട്ട് പ്ലാൻ ചെയ്യല്ലേ? ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി.
ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. പഴയകാല ഓണാഘോഷങ്ങൾ പുതിയ തലമുറയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പഴയവിടുതി ഗ്രാമീണ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി സെപ്റ്റംബർ 2 മുതൽ 3 വരെ മാവേലി എഴുന്നള്ളത്തും വീട്ടുമുറ്റത്തെ പൂക്കള സന്ദർശനവും വിവിധ മത്സരങ്ങളും കലാപരിപാടികളും നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 2 രാവിലെ 10 രാജാക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിക്കുന്ന മാവേലി എഴുന്നള്ളത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം ചെയ്യും. മാവേലിയുടെ കിരീടധാരണം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് VS ബിജു നിർവഹിക്കും. ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി ജോസ് കൊച്ചറ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാജാക്കാട് മതസൗഹാർദ്ദ കൂട്ടായ്മ കൺവീനർ ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ ആശീർവാദം നടത്തും. മാവേലി എഴുന്നള്ളത്ത് ഘോഷയാത്ര രാജാക്കാട് ടൗൺ ചുറ്റി പഴയവിടുതിയുടെയും വിവിധ മേഖലകളിലുള്ള വീട്ടുമുറ്റത്തെ പൂക്കളം സന്ദർശിച്ച് ഗ്രന്ഥശാല അങ്കണത്തിൽ സമാപിക്കും. 2-3 തീയതികളായിട്ടാണ് ഓണാഘോഷ പരിപാടികൾ നമ്മൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. 2-ാം തീയതി മാവേലി എഴുന്നള്ളത്ത് എന്ന പരിപാടിക്കാണ് നമ്മൾ രൂപം കൊടുത്തിരിക്കുന്നത്. രാവിലെ രാജാക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച മാവേലിയുടെ രൂപവും കൂടത്തിലുള്ള മേളത്തോടു കൂടി വീടുകളിൽ പോയി അത്തവും ഓണാഘോഷ പരിപാടികളും ഓണത്തിൻ്റെ ഒരുക്കങ്ങളുമെല്ലാം സന്ദർശിക്കാൻ വേണ്ടിയാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാവേലി എഴുന്നള്ളത്ത് നടക്കും. വൈകിട്ട് 6 തിരുവോണ സന്ദേശ സമ്മേളനവും പ്രാദേശിക കലാകാരന്മാരുടെ ജനകീയ ഗാനമേളയും നടക്കും. സമ്മേളനം ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്യും. MM മണി MLA തിരുവോണ സന്ദേശം നൽകും. ചെയർമാൻ K ജീവൻകുമാർ അധ്യക്ഷത വഹിക്കും. കൺവീനർ മിനി ബേബി, ജനപ്രതിനിധികളായ ഉഷ മോഹൻകുമാർ, KT കുഞ്ഞ, കിങ്ങണി രാജേന്ദ്രൻ, വിൻസോ തോമസ്, പ്രിൻസ് തോമസ്, സജിമോൻ കോട്ടയ്ക്കൽ, J പ്രദീപ്, പ്രിൻസ് മാത്യു, OD മനോജ് എന്നിവർ പ്രസംഗിക്കും. സിറ്റി വിഷൻ, രാജാക്കാട്. ഹൈറേഞ്ചിലെ മണർകാട് എന്നറിയപ്പെടുന്ന പഴയവിടുതി സെന്റ് മേരീസ് സുനോറോ യാക്കോബായ സുറിയാനി പള്ളിയിൽ 8 നോമ്പ് പെരുന്നാളും പരിശുദ്ധ ദൈവമാതാവിന്റെ സുനോറോ വണക്കവും സുവിശേഷ മഹായോഗത്തിനും തുടക്കമായി. സെപ്റ്റംബർ 1 മുതൽ 8 വരെ നടക്കുന്ന 8 നോമ്പ് തിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇടവക വികാരി ഫാദർ എൽദോസ് മേനോത്തുമാലിൽ കൊടിയേറ്റി. ആത്മീയ ഉണർവ് പകർന്ന ഇത്തവണയും വിപുലമായ രീതിയിലാണ് പഴയവിടുതി സെന്റ് മേരീസ് സുനോറോ യാക്കോബായ സുറിയാനി പള്ളിയിൽ 8 നോമ്പ് പെരുന്നാളും പരിശുദ്ധ ദൈവമാതാവിൻ്റെ സുനോറോ വണക്കവും സുവിശേഷ മഹായോഗത്തിനും തുടക്കം കുറിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 1 മുതൽ 8 വരെയാണ് 8 നോമ്പാചരണം നടത്തപ്പെടുന്നത്. അഭിമന്ത്യ ഡോക്ടർ ഏരിയാസ് മോർ അത്താനാസിയോസ് മെത്രാപ്പോലീത്ത, ബെന്യാമിൻ റംബാച്ചൻ, ഫാദർ എൽദോസ് മേനോത്തുമാലിൽ എന്നിവർ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. പെരുന്നാളിന് തുടക്കം കുറിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ എൽദോസ് മേനോത്തുമാലിൽ കൊടിയേറ്റി. തുടർന്ന് സൺഡേ സ്കൂൾ, യൂത്ത് അസോസിയേഷൻ, വനിതാ സമാജം എന്നിവയുടെ സംയുക്ത വാർഷികവും നടന്നു. അത് ദൈവവുമായിട്ടുള്ള അടുപ്പം നമ്മൾ സൂക്ഷിക്കുന്ന വ്യക്തിപരമാണ്. അത് മറ്റുള്ളവരിലേക്ക്, സമൂഹത്തിലേക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ചെയ്യുവാനുള്ളത്. അത് ഓരോ ഭക്ത സംഘടന പ്രവർത്തി സൺഡേ സ്കൂളിലെ ദൈവത്തിൻ്റെ മക്കളെ, മനുഷ്യമക്കളെ ദൈവമക്കളാക്കി തീർക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സത്യേക ദൈവമായ പെരുന്നാൾ ദിവസമായ സെപ്റ്റംബർ 1 മുതൽ 7 വരെ പ്രഭാത പ്രാർത്ഥന, വിശുദ്ധ മുന്നിന്മേൽ കുർബാന,
പ്രസംഗം, പ്രദക്ഷിണം, നേർച്ചക്കഞ്ഞി വിതരണം, സദ്യപ്രാർത്ഥന, പ്രസംഗം, ആശീർവാദം, അത്താഴ വിരുന്ന് എന്നിവ നടക്കും. 7 വൈകിട്ട് 6 സന്ധ്യാപ്രാർത്ഥന, അഭിവന്ദ്യ ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് മെത്രാപ്പോലീത്തയുടെ പ്രസംഗം, 8 രാവിലെ 7:30 പ്രഭാത പ്രാർത്ഥന, 8:30 വിശുദ്ധ അഞ്ചിന്മേൽ കുർബാന, ഡോക്ടർ ഏലിയാസ് മോർ അത്തനാസിയോസ് മെത്രാപ്പോലീത്ത, ഫാദർ ബാബു ചാത്തനാട്ട, ഫാദർ എൽദോമോൻ നടപ്പേൽ, ഫാദർ സാജൻ കൊട്ടാരത്തിൽ, ഫാദർ എബിൻ കാരിയേലിൽ എന്നിവരുടെ കാർമ്മികത്വത്തിൽ നടക്കും. ഉച്ചയ്ക്ക് നേർച്ച സദ്യയും തുടർന്ന് കൊടിയിറക്കി സമാപനവും കുറിക്കും. സിറ്റി വിഷൻ, രാജാക്കാട്. സെൻട്രൽ ഗവൺമെന്റിന്റെയും ഖാദി കമ്മീഷന്റെയും നേതൃത്വത്തിൽ 5 ദിവസം നീണ്ടുനിന്ന സ്വയം തൊഴിൽ പരിശീലന ക്ലാസുകൾ തൊപ്പിപ്പാള ഹണിനഗറിൽ സമാപനമായി. 5 ദിവസം നീണ്ടുനിന്ന ക്ലാസ്സിൽ 100 കണക്കിന് യുവജനങ്ങൾ പങ്കെടുത്തു. യുവജനങ്ങൾ സ്വയം തൊഴിലിലൂടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരണമെന്നും തേനീച്ച വളർത്തലിന് ഗവൺമെന്റ് 35% സബ്സിഡിയോടെ നൽകുന്ന 10 ലക്ഷം രൂപ വരെയുള്ള ലോണിനെ സംബന്ധിച്ച് അവബോധം ഉണ്ടായിരിക്കണമെന്നും ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയ TK രാജു ഹണിനഗർ പറഞ്ഞു. അവസാന ദിവസം തൃശൂർ KVKയുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ രാമചന്ദ്രൻ പങ്കെടുത്തു. മലനാട് SNDP യൂത്ത് മൂവ്മെന്റ് ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി ക്രിക്കറ്റ് ടൂർണമെന്റും പഞ്ചഗുസ്തി മത്സരവും കട്ടപ്പനയിൽ വെച്ച് നടന്നു. 36 ശാഖകളിൽ നിന്നുള്ള യുവജനങ്ങൾ പങ്കെടുത്തു. മലനാട് SNDP യോഗം പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി വിഷ്ണു K മാധവൻ സ്വാഗതം പറഞ്ഞു. യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് സുബീഷ് വിജയൻ, അരുൺകുമാർ, സനീഷ് എന്നിവർ നേതൃത്വം നൽകി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബെന്നീസ് ജ്വല്ലറി. ബെന്നീസ് ജ്വല്ലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 18K 750, 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജ്വല്ലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 9,620 രൂപ, പവന് 76,960 രൂപ, വെള്ളി ഗ്രാമിന് 130 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത 85ന്റെ വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ ശരിയായ സത്യവാങ്മൂലം നൽകണമെന്നാവശ്യപ്പെട്ട ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തും. രാജഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട പഴയ ആലുവ മൂന്നാർ രാജപാത സഞ്ചാരത്തിനായി തുറന്നു നൽകണമെന്ന ആവശ്യത്തിന് വീണ്ടും ശക്തി ആർജിക്കുന്നു. മൂന്നാർ ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് രേഖകൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയ വിഷയത്തിൽ ദേവികുളം സബ് കളക്ടറുടെ പ്രതികരണം. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന ഭാഗത്ത് 2 ട്രാൻസ്ഫോമറുകളോട് ചേർന്ന് വൈദ്യുതി ലൈനോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന കമാനം സുരക്ഷിതമല്ലെന്ന് വ്യക്തമാക്കി KSCB അധികൃതർ നഗരസഭയ്ക്ക് നോട്ടീസ് നൽകി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.